എണ്ണിയാലും തീരാത്ത കുഴികൾ കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് മലപ്പുറം മേലാറ്റൂരിലെ പൊതുജനം. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ മേലാറ്റൂരിൽ റെയിൽവേ ഗേറ്റ് ജംഗ്ഷൻ സമീപത്തെ കാലങ്ങളായുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴ കനത്തതിന് പിന്നാലെ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ അപകടം പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടുത്തെ കഴിഞ്ഞ ദിവസത്തെ ദൃശ്യം നമുക്കൊന്ന് കാണാം. പിന്നെ ആ കുണ്ടിലെ അവർക്ക് വേണ്ട ആ കുണ്ടിലെ പെട്ടി കഴിഞ്ഞാൽ കമ്മനോട്ട് പോയി പോകുമ്പോൾ ഞങ്ങളെ തെരഞ്ഞെടുക്കേണ്ടി വരും. പോട്ടെ 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 പോട്ടെ. പ്രതിഷേധമാണെങ്കിലും ആ മീൻപിടുത്തവും ആ കാഴ്ചയും ഒക്കെ നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലിക കുഴിയടക്കൽ അവിടെ നടക്കുന്നുമുണ്ട്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. അഷ്കർ അലി, ഗുഡ് ഈവനിങ്. കുഴിയെന്നല്ല പറയേണ്ടത്, ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയായി മാറിയ വഴിയാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്ന് ഒരു വിരുദ്ധൻ മീൻ പിടിക്കുന്ന കഴിഞ്ഞ ദിവസത്തെ ദൃശ്യവും നമ്മൾ കണ്ടു. ഇന്നെന്താണ് അവിടുത്തെ അവസ്ഥ? തൊലിപ്പുറത്തെ ചികിത്സയാണോ നടക്കുന്നത്? സുജയ, തൊലിപ്പുറത്തെ ചികിത്സ എന്ന് പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല. അതിനേക്കാൾ ദയനീയമാണ് അവസ്ഥ എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ വരുമ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച ഈ റോഡിലെ കുഴികളൊക്കെ അടയ്ക്കുന്ന ഒരു താൽക്കാലിക ഓട്ടയടയ്ക്കൽ പ്രക്രിയ നടക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ നമുക്ക് തന്നെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആ അടച്ച പല കല്ലുകളും ഇപ്പോൾ തന്നെ അടർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു മഴയ്ക്ക് അപ്പുറത്തേക്ക് ഈ തൊലിപ്പുറത്തെ ചികിത്സ ഏൽക്കില്ല എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കാഴ്ചയ്ക്ക് ബോധ്യപ്പെടുന്ന കാര്യം. അത്രയേറെ ദയനീയമായൊരു ഓട്ടയടയ്ക്കൽ പ്രക്രിയ, ഓട്ടയടയ്ക്കൽ എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരമൊരു ഓട്ടയടയ്ക്കൽ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സാഹചര്യം ഈ നാട്ടുകാർ പലതവണ ഇത്തരത്തിലുള്ള ഓട്ടയടയ്ക്കൽ കഴിഞ്ഞ 3-4 വർഷങ്ങളായി പലതവണ ഇത്തരത്തിലുള്ള ഓട്ടയടയ്ക്കൽ പ്രക്രിയയ്ക്ക് ഇവർ സ്ഥിരമായ സാക്ഷികളാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ നമ്മൾ കാണുന്നതോളം ആശ്ചര്യമാണ്. കാരണം നമുക്കൊരു പക്ഷേ വിരലിലുണ്ടാവുന്ന ഓരോ കുഴികളാണെങ്കിലും ആ കുഴികളിൽ തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ ആ കോറി വേസ്റ്റും കല്ലും അവിടെ മിക്സ് ആക്കിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ തന്നെ അത് ഇളകി തുടങ്ങിയിരിക്കുന്നുള്ളത്. അത് ഇട്ട് ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് ഇപ്പോൾ ഈ കുഴികളൊക്കെ അടച്ചത്. പക്ഷേ അത് അടച്ച് 10 മിനിറ്റ് പിന്നീട് മുമ്പ് തന്നെ, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയും മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങളായി കല്ലുകൾ ഇളകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള. സ്വാഭാവികമായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ദൃശ്യങ്ങൾ കണ്ട പോലെയൊക്കെയുള്ള വലിയ വെള്ളക്കെട്ടും മഴയും ഒക്കെ ശക്തമായ വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടാൽ ഒറ്റ മഴയ്ക്ക് ഈ ഓട്ടയടയ്ക്കൽ പൂർണ്ണമായും വെള്ളത്തിലാകുമെന്നുള്ളത് യാതൊരു സംശയം വേണ്ട. പക്ഷേ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പിന്നീട് വലിയ തോതിൽ അപകടങ്ങളിലേക്ക് കൂടി വഴിവെക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു പ്രശ്നത്തിന് ഇവിടുത്തെ നാട്ടുകാർ സ്ഥിരമായി ഈ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പരസ്പരം ഉത്തരവാദികൾ ആരൊക്കെയാണ് എന്നുള്ളത് പരസ്പരം പലപ്പോഴും പഴി ചാടുന്നുണ്ടെങ്കിൽ പോലും അത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരന്തരമായ അപകടങ്ങൾ സംഭവിക്കുന്നു, വലിയ വെള്ളക്കെട്ടിൽ രൂപപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഇതിനിടയിലാണ് ആളുകളുടെ പ്രതിഷേധത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഓട്ടയടയ്ക്കൽ കൂടി ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നിരവധി നാട്ടുകാരുണ്ട്. എന്താണ് ഈ റോഡിന്റെ അവസ്ഥ? റോഡ് വളരെ മോശമാണ്. 4 വർഷമായിട്ട് ഇതാ ഇങ്ങനെ കുണ്ടായി കൊണ്ടേ ഇരിക്കുന്ന സ്ഥലമാണ്. ഈ വാഹനങ്ങൾ സ്ഥിരമായി അപകടപ്പെടുന്നു എന്ന് പറയുന്നത് അപകടം സ്ഥിരമുള്ളതാണ്. എത്രയോ പ്രാവശ്യമായിട്ട് അവിടെ കുറച്ച് അപ്പുറത്തായിട്ട് എല്ലാവരും ബൈക്കിൽ പോകുന്ന ആളുകൾ ബസ്സിന്റെ ചോട്ടേക്ക് പോയിട്ടില്ല എന്നുള്ളൂ. വണ്ടികളുടെ ചോട്ടിലേക്ക് ബൈക്കിൽ എന്നും മറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. 4 വർഷമായത് വലിയ വലിയ കുണ്ടുകളാണ്. ഇവരിവിടെ ചെറിയ ബോളർ ഇട്ട് കാണ്ട് പിന്നെ തൂർത്ത് പോകും. 2 ദിവസം കഴിഞ്ഞാൽ അത് വീണ്ടും ഇങ്ങനെ പൊളിഞ്ഞായി. ഈ ഇത്ര വലിയ ബോളർ വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ പോകുമ്പോൾ പിന്നെ ആക്സിഡന്റ് ആവുകയല്ല, ഡാർ ചെയ്യായിരുന്നല്ലേ. മുമ്പ് ഇതേപോലെ ഇങ്ങനെ ഓട്ടടിച്ച് പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഓട്ടടിച്ച് പോയിട്ടുള്ളൂ. വീണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെയായി. ഇവിടെ ഈ വെള്ളക്കെട്ട് ഉണ്ടായതുകൊണ്ടാണ്, ഈ അരിച്ചാല് ക്ലിയർ ആക്കാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഈ ഓട്ടടയ്ക്കൽ ഇപ്പോൾ എത്ര ദിവസം നിൽക്കും? ഇത് ഒരു 2 മഴ പെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പോയി. ഇതാണ് ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിഷേധമാണ് നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്നത്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? റോഡിന്റെ അവസ്ഥ പറഞ്ഞാൽ 4 വർഷമായിട്ട് ഞങ്ങൾ മേലാറ്റുകാർ അനുഭവിക്കുന്നതാണ്. പെരിന്തൽമണ്ണ ടു ഉൽപ്പ വരെയുള്ള റോഡുകൾ വളരെ മോശപ്പെട്ടാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, അവിടെ മിഞ്ഞാന്ന് ചൂണ്ടിലിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാർ. ഇവിടെ എത്ര സ്ത്രീകൾ വന്ന് പോയിട്ടുണ്ട്, ഇവിടെ പോകുന്നു. വാഹനങ്ങൾ 100 കണക്കിന് വാഹനങ്ങളാണ് കോഴിക്കോട് പാലക്കാട് ഓടുന്നത്. സ്റ്റേറ്റ് ഹൈവേ ആണ്, പിന്നെ പെരുമ്പിലാവ് നിലമ്പൂർ സ്റ്റേറ്റ് ഹൈവേ ആണ്. ഇതിൽ പോകുന്ന വണ്ടിക്കാർ പോകുന്നു, എത്ര വണ്ടിക്കാർ പോകുന്നു. ഈ വണ്ടിക്കാർ പോകുന്നത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ആരായാലും വേണ്ട, ആ ഭരണാധികാരികൾ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയുന്നത്.
ഇത് ഈ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെയാണ് ഇതിൽ ഏറ്റവും നിയമസഭയിലും ഒക്കെ ചർച്ചയായ അല്ലെങ്കിൽ മന്ത്രിയും MLA ഒക്കെ വാഗ്വാദത്തിന് വഴിവെച്ച ഒരു റോഡ് കൂടിയാണ് ഇത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാലക്കാട് കോഴിക്കോട്ടേക്കുള്ള ദേശീയപാത ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും വേഗത്തിൽ ആളുകൾ സഞ്ചരിക്കുന്ന പ്രധാന പാതകളിലൊന്നാണ് ഈ മേലാറ്റൂർ വഴി മണ്ണാർക്കാട് നിന്ന് മേലാറ്റൂർ വഴി പാണ്ടിക്കാട് വഴി മഞ്ചേരി പോകുന്ന ഈ റോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണെങ്കിലും നിലമ്പൂരിലേക്കാണെങ്കിലും ഇത്തരത്തിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ദിവസം ഓരോ മണിക്കൂറിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന പാതകൾ ഒന്നിൻ്റേതാണ് ഈ ദുർഗതി എന്നുള്ളതാണ്. അത്രയേറെ ശോചനീയമായ ഒരു അവസ്ഥ. ഇത്തരത്തിൽ ഓരോ കുഴികളും നമുക്ക് എണ്ണിയാലും തീരാത്ത കുഴികൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ കുഴികളാണ് ഇപ്പോൾ ഓട്ടടക്കൽ കൊണ്ട് വീണ്ടും ഒരു ഇന്നിപ്പോൾ മഴ പെയ്യാത്തത് കൊണ്ട് അർജുൻ കല്യാണിനെ പോലെ പപ്പുവിന്റെ സിനിമയിലെ ആ സീൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ അഷ്കറിന് എന്തായാലും ചാടി പോകേണ്ട, പലയിടത്തും ദാ കുഴി ദാ വെള്ളം എന്ന് പറഞ്ഞ് ചാടി പോകേണ്ട അവസ്ഥയാണ്. നമ്മുടെ അർജുൻ ഏറെക്കുറെ അങ്ങനെ ചാടിയാണ് കണ്ണൂരിൽ പോയത്. അപ്പോൾ താങ്ക് യു അഷ്കർ.